ഈ ഒരു ഫ്രൈ എന്താണെന്ന് നിങ്ങൾക്കറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാതിരിക്കത്തില്ല. കുട്ടികൾക്കൊക്കെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എന്താണെന്നറിയോ? പപ്പായ ഫ്രൈ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. സോസൊക്കെ മുക്കിയത് ആണോ, കറുമുറ എന്ന് തിന്നാവുന്ന ഒരു അടിപൊളി ഒരു എന്താ പറയാ, ഫ്രഞ്ച് ഫ്രൈസ് പോലെയൊക്കെ ഉണ്ടാക്കുന്ന പപ്പായ ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയാണോ എന്ന് നോക്കണം. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കണം. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണേ. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. നമ്മുടെ പപ്പായൊക്കെ ഇതാ ഇങ്ങനെ നമ്മൾ നീളത്തിലരിഞ്ഞു, ഈ ഒരു കനത്തിലരിഞ്ഞേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞു പോവേ. അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. കണ്ടോ, ഒരടുപ്പയിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടേ. ആ തിളച്ച വെള്ളത്തിലേക്കില്ലേ നമ്മുടെ പപ്പായ ഒന്നിടാവേ. ഒരു 2 മിനിറ്റ് ഇട്ട് വേവിച്ചാൽ മതിയേ, കൂടുതൽ നേരം വെന്ത് പോരുതേ. 2 മിനിറ്റ് നമ്മുടെ പപ്പായൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് അതിനെ നമുക്ക് കോരിയെടുക്കണേ. പച്ചവെള്ളത്തിലോട്ടിടാം. ഇനി ഇതേ നമുക്കൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഓട്ടപാത്രത്തിൽ വെച്ച് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വരാവേ. നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടേ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് പൊടിയാണേ. നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് പുഴുങ്ങിയത്, എന്നാൽ കുറച്ച് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഇതാ തൈര് കണ്ടോ, നല്ല പുളിയുള്ള തൈരാണേ, അത് ഇച്ചിരി ഒഴിച്ചു കൊടുത്ത്. ഇനി തൈരില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതിയേ. ഇനി ഇതിലേക്ക് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയേ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ജീരകം പൊടിച്ചതാണേ, പെരുംജീരകം പൊടിച്ചത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഇതിലേക്കില്ലേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ആണ്, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുടഞ്ഞെടുക്കണേ. ഇനി ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ പപ്പായയിലും മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചട്ടി ചൂടാവട്ടെ, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിത് വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പപ്പായ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കണേ. നമ്മുടെ പപ്പായ ഫ്രൈ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ആദ്യം ഇടുമ്പോഴേ ഇളക്കരുത്, കുറച്ച് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതാ ഇങ്ങനെ വറുത്ത് കോരിയിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ വറുത്തെടുക്കണം, കോരിയെടുക്കണം. ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ്. കണ്ടോ, ഇതുണ്ടോ, നല്ല അടിപൊളി ഒരു പപ്പായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിന്നുകൊണ്ടേയിരിക്കും. സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ, ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.